നമസ്കാരം. ലോകഭൂപടത്തിൽ എവിടെയെങ്കിലും ഒരു ഭിക്ഷാപാത്രവും നീട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യത്തെ കാണണമെങ്കിൽ ഇനി അധികം തിരയേണ്ടതില്ല. അതെ, അയൽപ്പക്കത്തിരുന്ന് ഭാരതത്തിന്റെ നേരെ കുരച്ചു ചാടാൻ നോക്കുന്ന സ്വന്തം ജനങ്ങൾക്ക് ഒരു നേരം കഴിക്കാൻ ഗോതമ്പ് പൊടി പോലും കൊടുക്കാൻ വകയില്ലാത്ത ആ പരമ ദരിദ്ര രാജ്യത്തിന്റെ പുതിയൊരു തമാശ കഥയുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളെക്കാൾ വലിയ യാചകർ വേറെ ആരുമില്ലെന്ന് അവർ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പഹൽഗാമിൽ ഭീരുക്കളെ പോലെ ഒളിച്ചിരുന്ന് ആക്രമണം നടത്തി നമ്മുടെ വീരജവാന്മാരുടെ ചോര വീഴ്ത്തിയ ആ നരാധമന്മാർക്ക് നരേന്ദ്രമോദിജിയുടെ BJP സർക്കാർ നൽകിയ പണിയിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് തകർന്നടിഞ്ഞിരിക്കുകയാണ്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ഭാരതം ഒരൊറ്റ ടാപ്പടച്ചപ്പോഴേക്കും ഇസ്ലാമാബാദിലെ ഭരണാധികാരികളുടെ സമനില പൂർണ്ണമായും തെറ്റിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി ഭാരതത്തിന്റെ അതിർത്തികളിൽ അശാന്തി വിതച്ചവർക്ക് ഏറ്റവും മാരകമായ തിരിച്ചടിയാണ് നയതന്ത്ര വേദിയിലൂടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ നോക്കിയ പാകിസ്ഥാൻ സ്വന്തം കുഴി തങ്ങൾ തന്നെ തോണ്ടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ചരിത്രത്തിൽ ഇതിനു മുൻപ് ഇത്രത്തോളം ദയനീയമായ ഒരു പതനം മറ്റൊരു രാജ്യത്തിനും ഉണ്ടായിട്ടുണ്ടാകില്ല. ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ വെറുമൊരു കോമാളിയായി പാകിസ്ഥാൻ മാറി. സ്വന്തം വീഴ്ചകൾ ഒളിക്കാൻ ഇന്ത്യക്കെതിരെ സംസാരിക്കുകയല്ലാതെ വേറെ വഴിയൊന്നും ഇപ്പോൾ അവരുടെ മുന്നിലില്ല. ഭാരതം വെള്ളം തടയാൻ ശ്രമിച്ചാൽ കൈകൾ വെട്ടി മാറ്റുമെന്നാണ് പാകിസ്ഥാന്റെ കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിഖ് മാലിക്കിന്റെ ഇപ്പോഴത്തെ അലർച്ച. ലോകത്തിലെ ഏറ്റവും ആധുനിക സൈനിക ശക്തികളിലൊന്നായ ഭാരതത്തിന്റെ കൈവെട്ടാൻ വരുന്നത് ആരാണെന്നോ? സ്വന്തം സമ്പദ് വ്യവസ്ഥയുടെ കാൽഭാഗവും രാജ്യത്തെ പകുതിയോളം വരുന്ന തൊഴിൽ മേഖലയും ഭക്ഷ്യസുരക്ഷയുമെല്ലാം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തിരിക്കുന്ന ഒരു ചെറിയ ടാപ്പിന്റെ കാരുണ്യത്തിലാണ് കഴിയുന്നത് എന്ന് സ്വന്തം നാവുകൊണ്ട് തന്നെ സമ്മതിച്ച അതേ പാക് മന്ത്രി. ഭാരതത്തിന്റെ അതിർത്തിയിൽ ആക്രമണം നടത്തുന്ന ഭീകരരെ ഊട്ടി വളർത്തുന്നവർ. വെള്ളത്തിനു വേണ്ടി നമ്മുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുമെന്ന് തിരിച്ചറിയണം. ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ഒരു രാജ്യം ലോകത്തെ വൻ ശക്തിയായ ഭാരതത്തിന് നേരെ വിരൽ ചൂണ്ടാൻ വരുന്നത് എത്രത്തോളം അപഹാസ്യമാണ്. തോക്കും ബോംബുമൊക്കെയായി ഭാരതത്തെ തകർക്കാൻ ഇറങ്ങുന്നവന്റെ കയ്യിലെ വെള്ളപ്പാത്രം എങ്ങനെ തട്ടിയെടുക്കണമെന്ന് മോദിജി ലോകത്തിന് മുന്നിൽ കൃത്യമായി കാണിച്ചു തന്നു. വെള്ളം കുടിക്കാൻ പോലും മോദിജിയുടെ കാരുണ്യം വേണം. എന്നിട്ടാണ് ഇന്ത്യയുടെ കൈവെട്ടാൻ വരുന്നത്. ഇത് പുതിയ ഭാരതമാണ് എന്ന സിനിമാറ്റിക് ശൈലിയിലുള്ള പഞ്ച് ഡയലോഗുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര ട്രോളുകളായി നിറയുന്നത്. വിഡ്ഢിത്തം വിളിച്ചു പറയുന്ന കാര്യത്തിൽ തങ്ങളെ തോൽപ്പിക്കാൻ ലോകത്ത് ആരുമില്ലെന്ന് പാക് മന്ത്രിമാർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് കുടിക്കാൻ നല്ല വെള്ളം കൊടുക്കാൻ കഴിവില്ലാത്തവരാണ് ആഗോള വേദിയിൽ വന്ന് വലിയ വർത്തമാനം പറയുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ പദവി എത്രത്തോളം താഴേക്ക് പോയി എന്ന് തിരിച്ചറിയാൻ പോലുമുള്ള ബോധം ഇസ്ലാമാബാദിലെ ഭരണാധികാരികൾക്ക് ഇല്ലാതെ പോയിരിക്കുന്നു. പട്ടിണി കിടക്കുന്ന ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ യുദ്ധഭീതി പരത്തുകയാണ് അവർ ചെയ്യുന്നത്. അവരുടെ ഈ പൊള്ളയായ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൻ ചിരിക്ക് കാരണമായിരിക്കുകയാണ്. ഇന്ത്യയുടെ അതിശക്തമായ ഈ നയതന്ത്ര പ്രഹരത്തിന് മുന്നിൽ അന്താരാഷ്ട്ര വേദികളിൽ ഒരിടത്ത് പോലും പാകിസ്ഥാന് അനുകൂലമായൊരു പ്രതികരണവും ലഭിച്ചിട്ടില്ല. ലോകരാജ്യങ്ങൾ മുഴുവൻ അവരെ വെറുമൊരു ഭീകരവാദ താവളമായി കണ്ട് ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. ഭീകരതയെ താലോലിക്കുന്ന ഒരു ഭരണകൂടത്തോടും ഇനിയും ദാക്ഷിണ്യം കാണിക്കാൻ ഭാരതം തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. പണ്ടുകാലത്തെ പോലെ ഭാരതത്തെ വിരട്ടി നിർത്താമെന്ന് കരുതുന്ന പാക് തന്ത്രങ്ങൾ മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ വെറും ജലരേഖയായി മാറുകയാണ്. പട്ടിണി പടരുന്ന സ്വന്തം തെരുവുകളെ നിയന്ത്രിക്കാൻ പാടുപെടുന്നവരാണ് ഭാരതത്തിന്റെ വികസന മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്താൻ വരുന്നത് എന്നത് ശരിക്കും ഹാസ്യാസ്പദമാണ്. സ്വന്തം രാജ്യത്തെ ഭീകരവാദികളെ സംരക്ഷിക്കാൻ ലോകത്തെ മുഴുവൻ ശത്രുവാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ലോകവേദിയിൽ ഇന്ത്യ കൈവരിച്ച പുതിയ നേട്ടങ്ങൾ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിന്ധു നദീജല ഉടമ്പടി നിയമപരമായി നിലനിൽക്കുന്നതാണെന്നും അത് താൽക്കാലികമായി നിർത്തിവെക്കാൻ കഴിയില്ലെന്നും പാക് വാർത്താവിനിമയ മന്ത്രി അത്തഉല്ല തരാറിന് പ്രത്യേക സമ്മേളനം നടത്തി സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ നിലവിളിക്കേണ്ടി വരുന്നത്. ഇന്ത്യ എടുത്ത ഈ ഉറച്ച തീരുമാനം പാകിസ്ഥാന്റെ ആഭ്യന്തര തകർച്ചയുടെ ആഴം വർദ്ധിപ്പിക്കുമെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്ന പാകിസ്ഥാൻ ഭീകരവാദികളെ സംരക്ഷിക്കുമ്പോൾ ആ നിയമങ്ങൾ എവിടെയായിരുന്നു എന്ന് ലോകത്തോട് വിശദീകരിക്കേണ്ടി വരും. ഇന്ത്യയുടെ നീതിപൂർവമായ നയതന്ത്ര നിലപാടുകൾക്ക് മുന്നിൽ ഉത്തരമുട്ടി നിൽക്കുകയാണ് പാക് ഭരണകൂടം. ഓരോ ദിവസവും അവർ ലോകത്തിനു മുന്നിൽ കൂടുതൽ അപഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിയമങ്ങളുടെ മറവിൽ ഒളിച്ചു കളിക്കാൻ നോക്കുന്ന പാക് പ്രധാനമന്ത്രിയുടെ കള്ളക്കളി ഇനി നടക്കില്ല. തങ്ങളുടെ ശ്വാസനാടിയാണ് ഇന്ത്യ മുറിച്ചിരിക്കുന്നത് എന്ന് പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും ഒരുപോലെ ആവർത്തിക്കുന്നു. എന്നാൽ ഭീകരതയും ചർച്ചകളും ഒന്നിച്ചു പോകില്ലെന്ന വ്യക്തമായ സന്ദേശം നൽകാൻ BJP സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഭാരതത്തെ ചോരക്കളമാക്കാൻ നോക്കിയ പാകിസ്ഥാനെ സാമ്പത്തികമായും നയതന്ത്രപരമായും തകർത്ത് തരിപ്പണമാക്കി ലോകത്തിലെ ഏറ്റവും താഴ്ന്ന പരാജയപ്പെട്ട ഒരു നാടായി മാറ്റി തീർക്കാൻ മോദി സർക്കാരിന്റെ ഈ ഒരൊറ്റ നീക്കത്തിന് സാധിച്ചു.
രാജ്യാന്തര തലത്തിൽ കടക്കിണിയിലായ ഒരു രാജ്യം ഭാരതത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ നോക്കുന്നത് കേവലം ഒരു തമാശ മാത്രമാണ്. ചൈനയുടെയും മറ്റ് വിദേശ ശക്തികളുടെയും കാല് പിടിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്തിന് ഭാരതത്തിന്റെ മുന്നിൽ യാതൊരു വിലയുമില്ല. കടമായി കൂട്ടുന്ന പണം മുഴുവൻ ഭീകരത വളർത്താൻ ഉപയോഗിക്കുന്നതിന്റെ സ്വാഭാവികമായ തിരിച്ചടിയാണ് അവർ ഇപ്പോൾ അനുഭവിക്കുന്നത്. സ്വന്തം തെറ്റുകൾ മറച്ചു വെക്കാൻ അയൽക്കാരനെ കുറ്റം പറയുന്ന ഈ ശൈലി ഇനി വില പോകില്ല. സ്വന്തം അതിർത്തികൾ പോലും ഭദ്രമാക്കാൻ കഴിയാത്ത ഭരണാധികാരികളാണ് ഭാരതത്തെ വെല്ലുവിളിക്കുന്നത്. ഈ വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാകിസ്ഥാൻ ഇപ്പോൾ ഇസ്ലാമാബാദിൽ അന്താരാഷ്ട്ര സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ച് വിദേശ പ്രതിനിധികളെയും നിയമവിദഗ്ധരെയും ഒക്കെ കൂട്ടി കൂട്ടക്കരച്ചിൽ നടത്താൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും നമ്മുടെ ജവാന്മാരുടെ ജീവനെയും ബാധിക്കുന്ന കാര്യത്തിൽ പുറത്തുനിന്നുള്ള ഒരു ശക്തിയുടെയും ഇടപെടൽ നരേന്ദ്രമോദി സർക്കാർ വെച്ചുപൊറിപ്പിക്കില്ല. ഒരു വിദേശ ശക്തിക്കും ഭാരതത്തിന്റെ പരമാധികാരത്തിന്മേൽ കൈകടത്താൻ BJP ഭരണകൂടം അനുവാദം നൽകില്ല. ആഗോളതലത്തിൽ കൂട്ടക്കരച്ചിൽ നടത്താൻ വിദേശ വിദഗ്ധരെ വിളിച്ചുകൂട്ടി സെമിനാർ നടത്തിയാലും ഭാരതത്തിന്റെ കടുത്ത തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാകില്ല. സ്വന്തം പരാജയം ഒളിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര വേദികളെ ദുരുപയോഗം ചെയ്യുന്ന തന്ത്രം ഭാരതം പൊളിച്ചടുക്കിയിരിക്കുന്നു. വിദേശ സഹായം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യത്തിന് സ്വന്തമായ ഒരു നിലപാടെടുക്കാൻ പോലുമുള്ള കരുത്തില്ല. ഭാരതത്തിലെ നദികളിലെ ഓരോ തുള്ളി ജലവും ഈ രാജ്യത്തിന്റെ വികസനത്തിനും നമ്മുടെ കർഷകർക്കും മാത്രമുള്ളതാണ്. സ്വന്തം രാജ്യത്തെ വിഭവങ്ങൾ ശത്രുക്കൾക്ക് അടിയറവ് വെക്കുന്ന ആ പഴയ ദുർബല നയം BJP സർക്കാർ എന്നേക്കുമായി തിരുത്തി കുറിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇനിയൊരു വിദേശ ഉടമ്പടിയും ഇവിടെ മുന്നോട്ട് പോകൂ. ശത്രു രാജ്യത്തെ പ്രീതിപ്പെടുത്തുന്ന രാഷ്ട്രീയ ശൈലി പൂർണ്ണമായും അവസാനിപ്പിച്ച് ദേശീയ താല്പര്യങ്ങൾക്ക് മാത്രമാണ് BJP മുൻഗണന നൽകുന്നത്. ഭാരതത്തിന്റെ വിഭവങ്ങൾ ഭാരതീയരുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മോദിജി ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശത്രുക്കൾക്ക് നൽകുന്ന ഓരോ ഇളവും നമ്മുടെ ജവാന്മാരുടെ ജീവന് ഭീഷണിയാണെന്ന് രാജ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഭീകരതയ്ക്ക് പണം കണ്ടെത്താൻ സ്വന്തം ജനങ്ങളെ പട്ടിണിക്കിടുന്ന പണപ്പെരുപ്പവും ആഭ്യന്തര യുദ്ധവും കൊണ്ട് തകർന്നടിഞ്ഞ ഒരു പരാജയപ്പെട്ട രാജ്യത്തിന്റെ മുൻപിൽ ഭാരതം ഇനി ഒട്ടും തലകുനിക്കില്ല. നരേന്ദ്രമോദിജിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ അതിർത്തിയിലെ ഭീകരവാദികളുടെ സങ്കേതങ്ങൾ തകർക്കുന്നതിനൊപ്പം ശത്രുവിന്റെ ജീവരേഖകൾ വരെ നിയന്ത്രിക്കാൻ പാകത്തിലുള്ള നയതന്ത്ര അടിത്തറ ഭാരതം കെട്ടിപ്പടുത്തിരിക്കുന്നു. പാകിസ്ഥാന്റെ ഈ ഭീഷണികൾ വെറും കോമാളിത്തരങ്ങൾ മാത്രമാണ്. പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു പരാജയപ്പെട്ട നാടായി ഏറ്റവും താഴ്ന്ന നിലയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തെ ക്രമസമാധാനം പോലും പരിപാലിക്കാൻ വകയില്ലാത്തവരാണ് ഭാരതത്തിന്റെ അതിർത്തിയിലേക്ക് ഭീഷണിയുമായി വരുന്നത് എന്നത് ലജ്ജാകരമാണ്. തകർന്നടിഞ്ഞ തങ്ങളുടെ വ്യവസ്ഥിതിയെ ഓർത്ത് ലജ്ജിക്കുന്നതിന് പകരം ഭാരതത്തിന് നേരെ വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാന്റെ അഹങ്കാരത്തിന്റെ ഒടുവിലത്തെ തെളിവാണ്. ഈ അഹങ്കാരത്തിനുള്ള കൃത്യമായ മറുപടിയാണ് ഭാരതം ജലനയതന്ത്രത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഇനിയൊരു വിട്ടുവീഴ്ച ശത്രുരാജ്യത്തോട് ഉണ്ടാകില്ലെന്ന് BJP വ്യക്തമാക്കുന്നു. ഇനി വരാനിരിക്കുന്ന ദിനങ്ങൾ ഭാരതത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തിൻ്റെതാണ്. അതിർത്തിയിൽ ഭീകരവാദികളെ അയച്ച് ഇന്ത്യയെ ചോരക്കളമാക്കാൻ നോക്കുന്ന പാകിസ്ഥാന്റെ ഓരോ തന്ത്രവും BJP സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ തകർന്നടിയും. അതിർത്തികൾ സുരക്ഷിതമാകുമ്പോൾ രാജ്യം കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കും. നാളെയുടെ ഭാരതം ഭയരഹിതവും സമ്പൽ സമൃദ്ധവുമായിരിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. ഭാരതത്തിന്റെ ശക്തിക്ക് മുന്നിൽ പാകിസ്ഥാൻ എന്നേക്കുമായി തലകുനിക്കേണ്ടി വരും. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഒരു ജനകീയ ഭരണകൂടമാണ് ഇന്ന് ഡൽഹിയിൽ ഇരിക്കുന്നതെന്ന് ശത്രുക്കൾ മാത്രമല്ല ലോകം മുഴുവൻ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ശക്തമായ തീരുമാനങ്ങളിലൂടെ മാത്രമേ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കൂ എന്ന് മോദിജി വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതത്തെ എത്തിക്കാൻ BJP സർക്കാരിന്റെ ഈ നയങ്ങൾ എന്നും നിലനിൽക്കും. രാജ്യസുരക്ഷയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഭീകരതയ്ക്കെതിരെയുള്ള BJP സർക്കാരിന്റെ ഈ വിപ്ലവകരമായ നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.